അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് അവിടെയുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം US പൗരത്വം നേടാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ US നിന്നും പുറത്തു വരുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട 2026 ഓഗസ്റ്റ് വിസ ബുള്ളറ്റിൻ പ്രകാരം ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡ് വിഭാഗത്തിൽ അവിശ്വസനീയമായ മുന്നേറ്റമാണ് ദൃശ്യമായിരിക്കുന്നത്. വർഷങ്ങളായി ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനായി കാത്തിരിക്കുന്ന പല കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷയുടെ വലിയൊരു വാതിൽ തുറന്നു നൽകുന്ന ഒരു വിസ ബുള്ളറ്റിൻ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് US ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള F2A കാറ്റഗറിയിൽ ഒരൊറ്റ മാസം കൊണ്ട് ഏകദേശം 19 മാസത്തിന്റെ, അതായത് 1.5 വർഷത്തിലേറെയുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ ഓഗസ്റ്റ് വിസ ബുള്ളറ്റിൻ? ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡിന്റെ വിവിധ കാറ്റഗറികളിൽ, അതായത് F1, F2A, F2B, F3, F4 എന്നിവയിൽ ഇത്തവണ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഇതിന്റെ നേരിട്ടുള്ള ആനുകൂല്യം ലഭ്യമാകുക? ജോലി അധിഷ്ഠിത വിസകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി നോക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് US പൗരന്മാർക്കും പെർമനന്റ് റെസിഡൻസിനും തങ്ങളുടെ വിദേശത്തുള്ള അടുത്ത കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഫാമിലി സ്പോൺസേഡ് ഗ്രീൻ കാർഡുകൾക്ക് അപേക്ഷിക്കാം. എന്നാൽ പ്രതിവർഷം അനുവദിക്കപ്പെട്ടിട്ടുള്ള വിസകളുടെ എണ്ണത്തിന് കൃത്യമായ പരിധിയുള്ളതിനാൽ മുൻഗണനാ തീയതി അനുസരിച്ചാണ് ഇതിന്റെ കാത്തിരിപ്പ് സമയം തീരുമാനിക്കപ്പെടുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഫാമിലി ബേസ്ഡ് കാറ്റഗറികളിൽ വലിയ മാറ്റങ്ങളാണ് ഓഗസ്റ്റ് വിസ ബുള്ളറ്റിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വിഭാഗത്തിലെയും മാറ്റങ്ങൾ വിശദമായി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് F2A കാറ്റഗറി ഒന്ന് നോക്കാം. ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികളും 21 വയസ്സിന് താഴെയുള്ള മക്കളുമാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇത്തവണത്തെ വിസ ബുള്ളറ്റിനിലെ ഏറ്റവും വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ചരിത്രപരമായ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് F2A കാറ്റഗറി ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. F2A കാറ്റഗറിയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് കഴിഞ്ഞ മാസം 2025 ജനുവരി 1 ആയിരുന്നു. എന്നാൽ ഈ വിസ ബുള്ളറ്റിനിൽ 2026 ജൂലൈ 22 ഉയർന്നു. അതായത് ഒറ്റ മാസം കൊണ്ട് 18.5 മാസത്തിലധികം, ഏകദേശം 19 മാസത്തിന്റെ മുന്നേറ്റം ഉണ്ടായി. ഇതിന്റെ അർത്ഥം മുൻഗണനാ തീയതി 2026 ജൂലൈ 22 വരെയുള്ള F2A അപേക്ഷകർക്ക് അവരുടെ വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും ഗ്രീൻ കാർഡ് കൈപ്പറ്റാനും സാധിക്കുമെന്നതാണ്. ഇനി ഡേറ്റ് ഫോർ ഫയലിംഗ് നോക്കിയാൽ F2A വിഭാഗത്തിൽ കറന്റായി തന്നെ തുടരുന്നു. ഇത് കുടുംബാംഗങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇനി അടുത്തത് F1 കാറ്റഗറിയിലെ മാറ്റം നോക്കാം. US പൗരന്മാരുടെ 21 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ മക്കളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. US പൗരന്മാരുടെ മുതിർന്ന അവിവാഹിതരായ മക്കൾക്ക് വേണ്ടിയുള്ള വിഭാഗത്തിലും നല്ലൊരു ചലനം ദൃശ്യമായിട്ടുണ്ട്. ഇവരുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2018 ഫെബ്രുവരി 1 നിന്നും 2018 ഡിസംബർ 15 അഡ്വാൻസ് ചെയ്തു. അതായത് ഏകദേശം 10.5 മാസത്തെ മുന്നേറ്റം. ഇനി ഇവരുടെ ഡേറ്റ് ഫോർ ഫയലിംഗ് പരിശോധിച്ചാൽ 2019 ജനുവരി 1 നിന്നും 2019 ജൂൺ 15 ഏകദേശം 5.5 മാസത്തെ മുന്നേറ്റം ഉണ്ടായി. അടുത്തത് നമുക്ക് F2B കാറ്റഗറിയിലെ മാറ്റം നോക്കാം. ഗ്രീൻ കാർഡ് ഉടമകളുടെ 21 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ മക്കളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇവരുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2017 നവംബർ 22 നിന്ന് 2018 ജനുവരി 1 ഏകദേശം ഒരു മാസം മുന്നോട്ട് നീങ്ങി. ഈ കാറ്റഗറിയുടെ ഡേറ്റ് ഫോർ ഫയലിംഗ് 2018 ജൂൺ 8 നിന്ന് 2019 ജനുവരി 1 ഏകദേശം 7 മാസത്തെ വലിയൊരു മുന്നേറ്റം കാണിച്ചു. ഇനി അടുത്തത് F3 കാറ്റഗറിയുടെ കാര്യം നോക്കാം. US പൗരന്മാരുടെ വിവാഹിതരായ മക്കൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് ഇത്. അവരുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2012 ഏപ്രിൽ 15 നിന്ന് 2012 മെയ് 15 അതായത് ഒരു മാസത്തേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇനി അവരുടെ ഡേറ്റ് ഫോർ ഫയലിംഗ് നോക്കിയാൽ 2012 ഡിസംബർ 8 നിന്ന് 2013 മാർച്ച് 1 അതായത് 3 മാസം പുരോഗമിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് F4 കാറ്റഗറിയുടെ കാര്യം നോക്കാം. US പൗരന്മാരുടെ സഹോദരന്മാരാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഫാമിലി കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് സമയമുള്ള വിഭാഗമാണ് ഈ കാറ്റഗറി. ഈ വിഭാഗത്തിന്റെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് മാറ്റമില്ലാതെ 2006 നവംബർ 1 തന്നെ തുടരുന്നുണ്ട്. ഈ വിഭാഗത്തിന്റെ ഡേറ്റ് ഫോർ ഫയലിംഗ് മാറ്റമില്ലാതെ 2006 ഡിസംബർ 15 തന്നെ തുടരുന്നു. ഫാമിലി ബേസ്ഡ് കാറ്റഗറി സന്തോഷ വാർത്ത നൽകിയപ്പോൾ
തൊഴിലധിഷ്ഠിത കാറ്റഗറിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടില്ല. EB-1 വിഭാഗത്തിന്റെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2022 ഒക്ടോബർ 15 മാറ്റമില്ലാതെ തുടരുന്നു. എങ്കിലും അപേക്ഷകരുടെ എണ്ണം കൂടിയാൽ ഈ സാമ്പത്തിക വർഷാവസാനത്തിന് മുൻപ് ഇത് അൺഅവൈലബിൾ ആയേക്കാമെന്നൊരു മുന്നറിയിപ്പും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ EB-2, EB-5 വിഭാഗങ്ങൾ നോക്കിയാൽ തുടർച്ചയായ 2ാം മാസവും ഇന്ത്യൻ അപേക്ഷകർക്കായി ഈ വിഭാഗങ്ങൾ അൺഅവൈലബിൾ ആയി തുടരുന്നു. ഇതിനർത്ഥം ഈ സാമ്പത്തിക വർഷം ഈ വിഭാഗക്കാർക്ക് പുതിയ വിസ നമ്പറുകൾ ലഭ്യമാകില്ല എന്നാണ്. ഇനി EB-3 കാറ്റഗറി നോക്കിയാൽ മാറ്റമില്ലാതെ 2014 ജനുവരി 1 തന്നെ നിൽക്കുകയാണ്. 2026 ഓഗസ്റ്റ് മാസത്തെ വിസ ബുള്ളറ്റിൻ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫാമിലി ബേസ്ഡ് അപേക്ഷകർക്ക് വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ്. F2A വിഭാഗത്തിലെ 19 മാസത്തെ മുന്നേറ്റം വർഷങ്ങളായി വേർപിരിഞ്ഞു കഴിയുന്ന പല കുടുംബങ്ങളെയും ഒന്നിക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും ഇമിഗ്രേഷൻ നിയമങ്ങളും തീയതികളും എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷകർ US സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ രേഖകൾ സമയബന്ധിതമായി സമർപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുൻഗണനാ തീയതി എത്തുമ്പോൾ തന്നെ കൃത്യമായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുന്നതും ഉചിതമായിരിക്കും. ഒക്ടോബർ 1 ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തോടെ തൊഴിൽ അധിഷ്ഠിത വിസ കാറ്റഗറികളിലും വലിയ ചലനങ്ങൾ പ്രതീക്ഷിക്കാം. US ഇമിഗ്രേഷൻ സംബന്ധമായ ഇത്തരം പുതിയ അപ്ഡേറ്റുകൾ ഉടനടി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.